ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മുസ്ലിം കൺസോളിഡേഷൻ അങ്ങനെ ഒരു പറയാനേ പാടില്ല എന്നുള്ള. കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ കൺസോളിഡേഷനാണ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുക. പലതവണയും നിങ്ങൾ രഹസ്യമായി ചർച്ചകൾ സംഘപരിവാറിന്റെ ആളുകളുമായിട്ട് നടത്തിയിട്ടുണ്ട്, BJP RSS പ്രവർത്തകരുമായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. വെൽഫെയർ പാർട്ടി അങ്ങനെ യാതൊരു ചർച്ചയും നടത്തിയ എനിക്കറിയില്ല. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് അത് നമ്മളെ വിഷയമല്ലല്ലോ. മൂന്നാം പിണറായി സർക്കാർ ആണ് വരുന്നതെന്ന് വിചാരിക്കുക, എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അത് വരില്ലല്ലോ. എന്നാലും അങ്ങനെ ഒരു സാധ്യത നമ്മൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെന്റുകളോടോ പാർട്ടികളോടോ ഉള്ളത് നയങ്ങളോടുള്ള വിയോജിപ്പുകളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും UDF തന്നെ ഉറച്ചു നിൽക്കുമെന്നാണോ, രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണോ, എന്താണ് നിലപാട്? ഞങ്ങളിപ്പോൾ തന്നെ UDF ഭാഗമല്ലല്ലോ. ഞങ്ങള് UDF തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? ഒരു സ്വതന്ത്ര നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏത് തരത്തിലാണ് ഇടപെടലുകൾ ഉണ്ടാവുന്നത്? വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായ പ്രവർത്തന ശൈലിയിൽ എവിടെയാണ് ഇടപെടൽ ഉണ്ടാവുന്നത്? ഈ ചോദ്യം തന്നെ പ്രസക്തമാണെന്ന് ഞാൻ പറയാം. വെൽഫെയർ പാർട്ടി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെതായ സംവിധാനങ്ങളും അതിൻ്റെതായ കമ്മിറ്റികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ നിന്ന് ചർച്ച ചെയ്തും ആശയങ്ങൾ രൂപീകരിച്ചും മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ 15 വർഷത്തെ വർക്ക് തന്നെ അതിന് കൃത്യമായൊരു ഉദാഹരണമാണ്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇത് ആ ഒരു അംഗീകാരമാണ് കേരളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ കഴിഞ്ഞ 15 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് തന്നെ സ്വതന്ത്രമായ ഒരു വർക്കിന് കേരളീയ അന്തരീക്ഷത്തിൽ വലിയ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയം ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു നറേഷൻ ഉണ്ട്. അതിൽ എത്രത്തോളം തുളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അത് കൃത്യമായി പറയുന്ന ആളുകളുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ വെറുതെ പറയും. ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നയം പ്രഖ്യാപിച്ചു, അതുവരെ ഒരു കോലാഹലവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തന്നെ പറയൽ തുടങ്ങി സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് വെൽഫെയർ പാർട്ടിയാണ്. സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് നോമിനികളെയൊക്കെ തന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ ഒരു ഉദാഹരണമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ വേറെ ആരോ നിയന്ത്രിക്കുന്നതാണ് എന്ന് പറയുക. ഞങ്ങൾ LDF പിന്തുണ പ്രഖ്യാപിച്ചു, അന്ന് CPM നിയന്ത്രിക്കുന്നത് ഞങ്ങളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം അന്ന് അങ്ങനെ പറയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലില്ല. സോഷ്യൽ ഫാബ്രിക്കിനെ ഇത്രമേൽ തകർത്ത, അതെങ്കിൽ BJPയുടെയും RSSൻ്റെയും സ്വാധീനം കൊണ്ട് ഇത് പറഞ്ഞാലാണ് വോട്ട് കിട്ടുക എന്ന് ബോധ്യമുള്ള ആളുകളാണ് അത് പറയുന്നത്. ഇത് CPM ആണല്ലോ ഇത് ഗൗരവത്തിൽ ഉന്നയിക്കുന്നത്. ഗൗരവത്തിലാണോ എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും അവരാണിത് പറയുന്നത്. അവരിത് പറയാനുള്ള കാരണം എന്താണ്? ഇതിവിടെ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ മുമ്പ് ഗുജറാത്ത് ഇലക്ഷൻ നടന്നപ്പോഴല്ലേ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടന്നത് ഇല്ലേ? കേരളത്തിലും ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയാണ് അല്ലെ? അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും എന്ന് പറയുന്നത് എന്തിനൊണ്ടാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച വേറെയാണ്. അഹമ്മദ് പട്ടേൽ അവിടെ മുഖ്യമന്ത്രിയാവും, അതുകൊണ്ട് കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ആരാണ് പറഞ്ഞത്? BJP ആണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ആണ് ഒരു ഏതോ ഒരർത്ഥത്തിൽ ഇവിടെയുള്ള സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്ത് മറുപക്ഷത്തെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിയുക എന്ന ചിന്ത കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ട് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 5-10 വർഷമായി അതാണ് കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണോ ഈ മീഡിയ ജമാഅത്ത് ഇസ്ലാമിയെ VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ചർച്ചകൾ നടത്തുന്നത്? അതെ, അതല്ല നമ്മൾ പറയുന്നത്. കേരളത്തില് ഞാൻ പറയുന്നത് ഈ ഏതെങ്കിലും പാർട്ടികളെ നിയന്ത്രിക്കുന്നത് വേറൊരു കൂട്ടരാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതില് കൃത്യമായി അതില് ഒരു കള്ളി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഇസ്ലാം എന്ന കള്ളി. ഇത് എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതുവഴി ഏതെങ്കിലും അർത്ഥത്തിൽ കിട്ടാത്ത വോട്ട് കിട്ടുമെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ. ഇത് BJPയുടെ ഒരു നരേറ്റീവാണ്, സംഘപരിവാറിൻ്റെ ഒരു നരേറ്റീവാണ്. ഇതിനെ കേരളത്തിൽ വളരാൻ അനുവദിക്കരുത് എന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. ഇതിങ്ങനെ വളർന്നു വന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ BJP വളർന്നു വന്നത് അതേ ലൈനിൽ കേരളവും എത്തും. അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ CPM അവസാനിപ്പിക്കണം എന്നാണ്
ഞങ്ങൾക്ക് ഈ പറയാം. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം കൺസോളിഡേഷനിലേക്ക് എത്തിക്കാൻ ഈ വെൽഫെയർ പാർട്ടിക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മുസ്ലിം കൺസോളിഡേഷൻ അങ്ങനെ പറയാനേ പാടില്ല എന്നുള്ള, കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികളുടെ കൺസോളിഡേഷനാണ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുക. എന്തിനാണ് അതിനെ നമ്മൾ ഒരു മതത്തിൻ്റെ കള്ളിയിലിടുന്നത്? ഇത് തന്നെ കേരളീയ പൊതുമണ്ഡലത്തെ തകർക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമല്ലേ? മുസ്ലിം കൺസോളിഡേഷൻ, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ, ഹിന്ദു കൺസോളിഡേഷൻ, ദളിത് കൺസോളിഡേഷൻ, ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എവിടെയാണ് കേരളം എത്തുക? കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ അങ്ങനെ ഒരു ജനവിഭാഗം അങ്ങനെയാണല്ലോ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും വിലയിരുത്തേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത്? നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്കതുവരെ മനസ്സിലായിട്ടില്ല. മതനിരപേക്ഷ വോട്ടുകൾ എത്രയുണ്ടെന്ന് നമുക്ക് വോട്ട് രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് മതനിരപേക്ഷ വോട്ടുകൾ എത്രയാണ് എന്നുള്ളത്. എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാറ്റഗറിക്കുള്ളിൽ മതം എന്ന് മതം ഒരാൾ മതവിശ്വാസിയാകുന്നു എന്നത് അയാൾ മതേതരനല്ല എന്നതിൻ്റെ, അല്ലെങ്കിൽ മതനിരപേക്ഷവാദിയും മതവിശ്വാസവും സമാന്തരമായി പോകുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു മതവിശ്വാസിക്ക് മതനിരപേക്ഷവാദിയാകാൻ കഴിയും, അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ഒരു മതം വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അയാൾ മതനിരപേക്ഷവാദിയല്ല എന്ന് പറയുന്ന ആ ഒരു നരേറ്റീവിനെയാണ് നമ്മൾ നമുക്ക് അവിടെ ഒരു തർക്കവുമില്ല. മതനിരപേക്ഷതയും മതവിശ്വാസവുമല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മതരാഷ്ട്രവാദമാണ് നമ്മുടെ മുന്നിലെ പ്രശ്നം. അല്ല, അതല്ലല്ലോ നിങ്ങളിപ്പോ പറഞ്ഞത് എന്തോ മുസ്ലിം കൺസോളിഡേഷൻ. മുസ്ലിം കൺസോളിഡേഷൻ എന്നത് തന്നെ ആ പ്രയോഗത്തിന് യാതൊരു അർത്ഥമില്ല. കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ പലരും പല രൂപത്തിൽ അഭിപ്രായങ്ങൾ സ്വീകരിച്ച പാർട്ടികളുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം എന്ന് പറയുന്ന ഏതെങ്കിലും പാർട്ടികളുണ്ടെങ്കിൽ പല മുന്നണികളിലും ആ സ്വഭാവത്തിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങളതിനെ മുസ്ലിം പാർട്ടി എന്ന് കാണാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരൊന്നും പറയാത്തത്. ഞങ്ങളൊരു പാർട്ടിയെയും മുസ്ലിം പാർട്ടി എന്ന നിലക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടികളുടെ ഒന്നും പേര് പറയാത്തത്. പല രൂപത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുള്ള പാർട്ടികൾ LDFിലും UDFിലൊക്കെ ഉണ്ട്. അതിനെ ഒരു കൺസോളിഡേഷൻ, ഈ കൺസോളിഡേഷൻ പ്രയോഗത്തിൻ്റെ പ്രശ്നം എന്താണ്? ഇവിടെ മുസ്ലിം കൺസോളിഡേഷൻ ആണെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇങ്ങോട്ട് വേറൊരു കൺസോളിഡേഷൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് BJP പറയുന്നു എന്നതിനേക്കാൾ അപകടകരമാണ് CPM പറയുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ലീഗ് ജമാഅത്തിന് വഴങ്ങിയെന്നൊരു ആരോപണമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, ഇത്തരം ചോദ്യങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് എന്തോ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ചർച്ചകൾ വന്നപ്പോൾ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു ഞങ്ങളുടേതായ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ. അങ്ങനെ ആർക്കെങ്കിലും വഴങ്ങുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഇത്തരം ചർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫലം എന്താണ്? ഇതിന്റെ മറുവശാണല്ലോ, എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ടല്ലേ ഇത് പറയാം. ഇപ്പൊ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പൊ എന്തിനാ പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ ചില സ്ഥാനാർത്ഥികളെ കുറിച്ച് അങ്ങനെ പറയുന്നു. എന്തിനാ പറയുന്നത്? ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രയോഗങ്ങളാണ് അപകടത്തിലേക്ക് നയിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് BJP പറയേണ്ട വർത്താനാണ്. അത് BJP പോലും പറയരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. അത് വേറെയും പലരും പറഞ്ഞു തുടങ്ങിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നയം സ്വീകരിച്ചത്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വേറൊരു ആരോപണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇടത് ഹിന്ദുത്വ എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ മുസ്ലിം സമുദായത്തെ UDFിലേക്ക് ക്രോഡീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഈ മറുവശത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഇതെന്താണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം കേരളത്തിലെ CPMന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ ഇടത് ഹിന്ദുത്വം എന്നതിനെ വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നില്ല. വെൽഫെയർ പാർട്ടി ആ ലൈൻ സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഇവിടുത്തെ RSS നരേറ്റീവുകളെ ഏറ്റെടുക്കുന്ന ലൈൻ CPMൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു. ആ നരേറ്റീവുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് CPM മാറിയിട്ടുണ്ട്. അത് തിരുത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ ഒരു ഇടത് ഹിന്ദുത്വ എന്ന പ്രയോഗത്തിന് അത്രമേൽ ശരിയില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതേസമയം
ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ അവർ പ്രയോഗിക്കുന്ന ടെർമിനോളജികളും അവരുടെ രീതിശാസ്ത്രങ്ങളുമൊക്കെ CPM തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ഇടത് ലൈൻ എന്ന് പറയുന്നത് സംഘപരിവാർ നരേറ്റീവിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതല്ല, അതിനെ പ്രതിരോധിക്കുന്ന ലൈനാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അത് CPM തിരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ പല രീതിയിലുള്ള വഴുതലുകൾ CPM ഉണ്ടായിട്ടുണ്ട്, അത് തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ സംഘപരിവാർ വിദ്വേഷം ഇങ്ങനെ പറയുമ്പോൾ പോലും പലതവണയും നിങ്ങൾ രഹസ്യമായി ചർച്ചകൾ സംഘപരിവാറിന്റെ ആളുകളുമായിട്ട് നടത്തിയിട്ടുണ്ട്, BJP RSS പ്രവർത്തകരുമായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല. വെൽഫെയർ പാർട്ടി അങ്ങനെ യാതൊരു ചർച്ചയും നടത്തിയ എനിക്കറിയില്ല. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താണ് അത് നമ്മൾ വിഷയമല്ലല്ലോ, അതൊക്കെ നിങ്ങൾ അന്ന് ചർച്ച ചെയ്താണല്ലോ. ഇതെല്ലാം കേരളത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടുവരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? വെൽഫെയർ പാർട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന മറ്റൊരു ലൈൻ രൂപപ്പെടുത്തിയെടുക്കാനാണ്. അപ്പൊ അത് ഏതായിരുന്നാലും കേരളം സ്വീകരിക്കില്ല എന്നാണ് കഴിഞ്ഞ ഒരുപാട്. ആരായിരിക്കും മുഖ്യമന്ത്രി? അത് ഞങ്ങളെ വിഷയമല്ല. ഞങ്ങള് മുഖ്യമന്ത്രി ആരാകണം പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ആരെ മുഖ്യമന്ത്രി ആക്കുമെന്നുള്ളത്. അത് ഞങ്ങള് കേരളത്തിൽ അത് കൂടിയും പറയാം. കേരളത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലോ UDFന്റെ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ LDFുമായി സഹകരിച്ചപ്പോൾ പോലും ഒരു രാഷ്ട്രീയ കോസിൽ നിന്നുകൊണ്ടാണ് ആ സഹകരണം ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ്. അപ്പൊ അതൊക്കെ UDFന്റേതായ സംവിധാനങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ വരും. അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല, അത് അവരാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞും തോന്നില്ല UDF ഇവിടെ അടുത്ത ചോദ്യം അതാണ്, എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? LDF എത്ര സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളുടേതായ വോട്ട് വിനിയോഗത്തിലൂടെ UDF ജയിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികവും ഞങ്ങൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ നടത്തേണ്ടല്ലോ. ഒരുപാട് കാൽക്കുലേഷൻ വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കണക്കുകൾ വന്നിട്ടുണ്ട്. ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ളത് മീഡിയകളിൽ വന്നിട്ടുണ്ട്, ചില തിരഞ്ഞെടുപ്പ് വിശാരദന്മാർ നടത്തിയതുണ്ട്. ഏതായിരുന്നാലും കേരളത്തിലെ ഒരു ജനാധിപത്യ സമൂഹം കൃത്യമായ വിശകലനം നടത്തി വോട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്ന് തന്നെയാണല്ലോ ഞങ്ങൾ അതിനുവേണ്ടിയാണല്ലോ ഞാൻ ചോദിക്കുന്ന പ്രതീക്ഷ എന്താണെന്നാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം കേരളം അങ്ങനെയാണല്ലോ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റം, ഇപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന നമുക്ക് ബാധ്യതയാണല്ലോ. ഭരണകൂടം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചില്ല. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല. ചില സമുദായ നേതാക്കന്മാർ വലിയ വിഭാഗീയ പ്രവർത്തനം നടത്തിയപ്പോൾ നോ പറയേണ്ടവർ നോ പറഞ്ഞില്ല. അവരിലൂടെയൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷ വോട്ടർമാരിലാണ്. അവരൊന്നടങ്കം തിരുത്തലിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക്. അതിലെനിക്ക് അഭിപ്രായമുണ്ട്. മതനിരപേക്ഷ വോട്ടുകൾ വളരെ കുറവാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് വരുമ്പോൾ മൂന്നാം പിണറായി സർക്കാർ ആണ് വരുന്നതെന്ന് വിചാരിക്കുക, എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? അത് വരില്ലല്ലോ. എന്നാലും അങ്ങനെ ഒരു സാധ്യത നമ്മൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെന്റുകളോടോ പാർട്ടികളോടോ ഉള്ളത് നയങ്ങളോടുള്ള വിയോജിപ്പുകളാണ്. ഇപ്പോൾ CPMനോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് അവരുടെ നയം മാറിയെന്നതുകൊണ്ടാണ്. ഞങ്ങൾ അഖിലേന്ത്യാ സ്വഭാവത്തിൽ CPMുമായി പല സംസ്ഥാനങ്ങളിലും സഹകരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ വരെ സഹകരിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ CPMുമായി സഹകരിക്കുന്നവരാണ്. കേരളത്തിൽ ഏത് രീതിയാണോ ഭരണകൂടങ്ങളും പാർട്ടികളും സ്വീകരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സമീപനമായിരിക്കും വെൽഫെയർ പാർട്ടി ഉണ്ടാവും. മുസ്ലിം ലീഗിന്റെ സീറ്റ് കിട്ടുന്ന എത്ര സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവരൊക്കെ വലിയ പ്രതീക്ഷ പറയുന്നുണ്ട്. പല രീതിയിൽ മുസ്ലിം ലീഗ് വലിയ വിജയം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. അത് ഓരോ പാർട്ടികളും അവരുടേതായ സീറ്റും വിജയമൊക്കെ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണല്ലോ. അത് പിന്നെ CPMന് എത്ര കിട്ടും, കോൺഗ്രസിന് എത്ര കിട്ടും, മുസ്ലിം ലീഗിന് എത്ര കിട്ടും, RSPക്ക് എത്ര കിട്ടും, വലിയ പ്രധാനമാണ്. ഈ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ആദ്യം ചോദിച്ചല്ലോ മുസ്ലിം ലീഗിന് വലിയ സീറ്റ് കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ 27 സീറ്റല്ലേ മത്സരിച്ചില്ലേ.
20 കിട്ടും 27 കിട്ടും എന്നൊക്കെ പറയുന്നു. ഏതായിരുന്നാലും അത് അവരുടേതായ പ്രവർത്തനങ്ങളും അവരുടേതായ സ്ഥാനാർത്ഥി നിർണയവും മറ്റുമൊക്കെ ഈ വ്യക്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് BJP-യുടെ ഒരു മാറ്റം തന്നെയാണ്. ഈ പറയുന്ന വോട്ട് വിഹിതമായിരുന്നു മുൻകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും. ഇത്തവണ അത് സീറ്റ് കിട്ടുമെന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിനെങ്ങനെയാണ് കാണുന്നത്? സീറ്റ് കിട്ടുമോ ഇത്തവണ? അല്ല, അതിൽ BJP-യുടെ ഒരു പ്രശ്നം കഴിഞ്ഞ 2000 നമ്മൾ കാണാതെ പോയൊരു കാര്യമാണ്. 2021 തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത്. അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ 4% കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പഠിക്കേണ്ടതായിരുന്നത് കേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്. ചില മണ്ഡലങ്ങളിൽ 27,000 വോട്ടുള്ളിടത്തിൽ 13,000 കുറഞ്ഞ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിശദമായ പഠനം ഞങ്ങൾ നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില ഡീലുകൾ പലരുമായി ഉണ്ടാക്കിയോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു റിവേഴ്സ് ഡീലിനു വേണ്ടി BJP ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് കേരളം ചർച്ച ചെയ്തത്. പക്ഷെ ഒടുവിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ത് റിവേഴ്സ് ഡീലിനു വേണ്ടി ശ്രമിച്ചാലും കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. BJP-ക്ക് വിജയിക്കാൻ സാധിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല. ഈ കോൺഫിഡൻസ് ആയിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, കേരളത്തിൽ വോട്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവരിക എന്ന രീതി പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്ഥലമാണ് BJP-യുടെ. ആ പരീക്ഷണത്തിൻ്റെ വിജയം കൂടിയാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. അതാണല്ലോ ഒരാൾ ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ വോട്ട് കൊണ്ടുവരും പറഞ്ഞത്. അന്ന് എത്ര പേരെയും കൊണ്ടുവരാൻ പറ്റും? നിങ്ങൾ ഒരു ബൂത്തിൽ ഒരു 10 ആൾ എടുക്കും, എല്ലാ ബൂത്തിലും അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നല്ല, അത് എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ പഠന വിധേയമാകാതെ പോയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് വോട്ടുകൾക്ക് വിജയിച്ച ഒരാൾക്ക് അത്രയും വോട്ടുകൾ ഒരു കാരണമാണ്. രണ്ടാമത്തത്, അന്ന് സുനിൽകുമാർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ്. അത് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പൂരം കലക്കിയും മറ്റും പല സ്വഭാവത്തിൽ പിന്തുണ കൊടുത്തു എന്ന വിമർശനം ഞങ്ങളല്ല നടത്തിയത്, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിജയിച്ചതാണ്. അത് കേരളത്തിൽ ആവർത്തിക്കപ്പെടരുത് എന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കണം. ആ ജാഗ്രത മാത്രമാണോ അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചില്ലേ? അത് അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളായ ആളുകളുടെ വോട്ടുകൾ ഏകീകരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, എനിക്കറിയില്ല. സൂക്ഷ്മമായി പഠനം നടത്തിയാൽ ചിലപ്പോൾ ഉണ്ടാകാം. ഇപ്പോൾ ക്രൈസ്തവ സഭകളും മറ്റുമൊക്കെ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മാറ്റം നമുക്കറിയാം. അപ്പോൾ PC ജോർജും മറ്റുമൊക്കെ സഭകളെ കൈകാര്യം ചെയ്യാൻ പലരും കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നൊരു സമീപനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ പല രീതിയിലുള്ള സ്വാധീനത്തിലൂടെയാണ്, അടിയൊഴുക്കുകളിലൂടെയാണ് BJP തൃശ്ശൂരിൽ ജയിച്ചത്. ആ അടിയൊഴുക്കുകളെ തടയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. വിജയിക്കുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച ബോധ്യം. ഈ മോദി അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പറയാം മുസ്ലിം പ്രീണനം ഉണ്ടാകും എന്നായിരുന്നു പ്രധാന ആരോപണം. മുസ്ലിം പ്രീണനം ഉണ്ടാവും, ന്യൂനപക്ഷ പ്രീണനം ഉണ്ടാവും, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ നമ്മൾ തന്നെ കാണുന്നുണ്ട്, ക്രൈസ്തവ സഭകളെയും മുസ്ലിം സമുദായങ്ങളെയും BJP-യും RSS-ഉം ചേർത്ത് നിർത്തുന്നു. അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ മാറ്റം നിങ്ങൾ എങ്ങനെയാണ്? അല്ല, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ, ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്ന ശേഷമുണ്ടായ ഭേദഗതികൾ മാത്രം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ മതി. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതി ആർക്കെതിരാണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. അത് വലിയ ചർച്ചയായ വിഷയമാണ്. ഇവിടെ വഖഫ് നിയമ ഭേദഗതി വന്നു, അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ചർച്ചയായി. ആ ഘട്ടത്തിൽ തന്നെ ഓർഗനൈസർ അതിൻ്റെ ഒരു ഓൺലൈൻ എഡിഷനിലാണെന്ന് തോന്നുന്നു, 1,75,00,000-ലധികം കോടി രൂപയുടെ ആസ്തി ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകൾക്കുണ്ട് എന്ന സ്വഭാവത്തിലുള്ള ഒരു ലേഖനം, തിരിച്ചുപിടിക്കണമെന്ന സ്വഭാവത്തിലുള്ള ലേഖനം വന്നിരുന്നു. പിന്നീട് അവർ പെട്ടെന്ന് പിൻവലിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാം പിൻവലിച്ചത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ FCRA നിയമ ഭേദഗതി ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വന്നിരുന്നു. ഇപ്പോൾ ആ ചർച്ച കുറെ കൂടി ഗൗരവത്തിലെത്തിയിരിക്കുന്നു. താൽക്കാലികമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം മാറ്റിവെച്ചതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ശത്രുക്കളായി അവരെഴുതി വെച്ച ചില ജനവിഭാഗങ്ങളുണ്ട്.
അതിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ജനവിഭാഗങ്ങളെയും സമുദായങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിൽ ഭരണമുറപ്പിക്കുക എന്നത് അവർ പ്രഖ്യാപിച്ചതാണ്. ഇതിൽ പിന്നെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെയും മറ്റും ഒരു വോട്ടും അധികാരവും ഇല്ലാത്ത ആളുകളാക്കി ഇവിടുത്തെ ജനവിഭാഗങ്ങളെ മാറ്റുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന വലിയ ജനവിഭാഗമാണ് ദളിതുകളും ആദിവാസികളുമായ ആളുകൾ. ഇപ്പോൾ ബുൾഡോസർ രാജിൻ്റെ ഇരകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാം. മുസ്ലിങ്ങളും ദളിതുകളും ആദിവാസികളും പിന്നോക്ക ക്രിസ്ത്യാനികളുമൊക്കെയാണ്. ഇപ്പോൾ മണിപ്പൂർ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി ഇവർ എല്ലാം വലിയ തിരിച്ചറിവിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവർ മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ തൊഴിലാളികളോട് എന്ത് സമീപനമാണ്. തൊഴിൽ നിയമ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവകാശങ്ങളെ തന്നെയാണ് റദ്ദ് ചെയ്യുന്നത്. ഈ സമീപകാലത്ത് ഈ വിഭാഗങ്ങൾ, ഇപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങളിലുള്ള പല നേതാക്കന്മാരും കൃത്യമായി പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ് എന്ന വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളും പ്രീണനം ഉണ്ടാകുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴാണ് മത നേതാക്കന്മാർ ഇവിടെ ഇരുന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാന്ന് എത്രയോ പേര് പറയുന്നു. അടുത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഞാനത് ആരാന്ന് പറയുന്നില്ല, പേര് പറയുന്നില്ല എങ്കിൽ കൂടിയും. ഇന്ത്യയിലെ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ 2017 ശേഷം ബുൾഡോസർ രാജിലൂടെ 7 ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. ഇതിൽ 90% മുസ്ലിങ്ങളാണ് എന്നാണ് കണക്ക്. ഇന്ത്യയിലെ ജയിലുകളിൽ മുസ്ലിങ്ങളും ദളിതുകളുമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതോ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടൊന്നുമല്ല, രാഷ്ട്രീയവും മറ്റുമായ കാരണങ്ങളാൽ. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ SQR ഇലിയാസിൻ്റെ മകൻ ഉമർ ഖാലിദ്, അദ്ദേഹം ഈ അടുത്ത് പത്രക്കാരോട് പറഞ്ഞ് നിങ്ങൾ കുറിപ്പിൽ വന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഈ മുമ്പിലുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജയിലുകളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായ ആളുകൾ ഇവർ എല്ലാം പ്രതിസന്ധി അനുഭവിക്കുകയാണ്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്. ഇപ്പോൾ ഭീമാ കറവോ ഓർമ്മിക്കുകയും ദളിത് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിലാണല്ലോ നിരവധി ആളുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ ആനി ബാബുവിനെ പോലെയുള്ള ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചെറിയ അളവിൽ അവർ ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ടാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു മതവിഭാഗം എന്ന നിലക്ക് പലരും മതവിഭാഗം എന്ന നിലക്ക് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട്, പിന്നോക്ക ക്രിസ്ത്യാനികൾക്ക് പ്രതിസന്ധിയുണ്ട്, ദളിതുകൾക്ക് പ്രതിസന്ധിയുണ്ട്. ഞാൻ പറയുന്നത് അതുമാത്രമല്ല, സംഘപരിവാറിൻ്റെ ഭരണകാലം ഇന്ത്യ തന്നെയാണ് പ്രതിസന്ധി നേരിടുന്നത് എന്നാണ് ഞങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ അങ്ങനെ പറയണ്ടേ? ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അർത്ഥമാക്കുന്നത്? അതൊക്കെ ഏത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഇന്ത്യയിൽ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, ഇന്ത്യയിലെ സാധാരണക്കാർ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ബോധപൂർവമാണല്ലോ ഇവരുടെ ശ്രമം. ഇപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ നടന്ന ചർച്ച ഈ വിഷയത്തിൽ നമുക്ക് കാണാം. വളരെ വലിയ ഒരു തന്ത്രം പയറ്റുക. ഇപ്പോൾ ഇന്നു മുതൽ BJP പറയുന്നത് ഞങ്ങൾ വനിതാ സംവരണത്തെ എതിർത്തവരായി ഇവിടുത്തെ ഇന്ത്യ മുന്നണിയെയും പ്രതിപക്ഷത്തെയും അടയാളപ്പെടുത്താൻ പോവുകയാണ്. പക്ഷേ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിലൂടെ എന്നേക്കുമായി ഞങ്ങൾക്ക് അധികാരം കിട്ടണമെന്ന ഒരു ലൈനിൽ ഉണ്ടാക്കി ഇത്തരം നിയമ ഭേദഗതികളെ തകർക്കാൻ കഴിയുക എന്നതാണ് സംഭവിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കോ സമുദായങ്ങൾക്കോ അല്ല സംഘപരിവാറിൻ്റെ ഭരണത്തിൻ്റെ പ്രതിസന്ധി ഉള്ളത്, ഇന്ത്യക്ക് തന്നെയാണ് പ്രതിസന്ധി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല 2014 ഉണ്ടായത്. അത് ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെയും ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെയും തകർത്തെറിയുന്ന ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടായത്. അത് കേവലം രാഷ്ട്രീയ മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റ് വൽക്കരണം ഇത്രമേൽ ശക്തിപ്പെട്ട ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഇന്ത്യ തന്നെ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റുകളായി അകത്തും പുറത്തുമുള്ള മുതലാളിമാർ മാറുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് വരണമെന്നത് ഒരു ഭാഗത്ത് സംഭവിക്കുന്നു. ഇതിനെയെല്ലാം
പിന്നെ മറികടക്കാൻ ഏതൊരു മുസ്ലിം വിരുദ്ധത പറഞ്ഞാൽ മതി എന്നിടത്തേക്ക് RSSൻ്റെ താല്പര്യത്തിലൂടെ ഈ രാജ്യത്ത് BJP ആ താല്പര്യം നടപ്പിലാക്കുക. അപ്പോൾ ഇതിനെയാണ് മറികടക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യ RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഈ ഭരണം കുറേ കാലം തുടർന്നാൽ ആർക്കാണ് ഈ രാജ്യം തന്നെയാണ് ഇല്ലാതാവുക. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയാണ് ഇല്ലാതാവുക. ആ ഒരു ലൈനിൽ ഇപ്പോൾ ഇന്നലെ പ്രമുഖരായ ഏതൊരു രാഷ്ട്രീയ ലീഡറുടെ ഒരു നിരീക്ഷണം കേട്ടു. ഇന്ത്യയെ ഭിന്നിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെഡറലിസത്തെ തകർക്കുന്നു, സാമ്പത്തികമായ അധികാര വികേന്ദ്രീകരണത്തെ തകർക്കുന്നു, സമുദായ സൗഹാർദ്ദങ്ങളെ തകർക്കുന്നു. എല്ലാം കൂടി രാജ്യമാണ് ഇല്ലാതാവുക. അതുകൊണ്ട് അതിന് സമ്മതിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ, അടുത്ത തെരഞ്ഞെടുപ്പിലും UDF തന്നെ ഉറച്ചു നിൽക്കുമെന്നാണോ? രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണോ? എന്താണ് നിലപാട്? ഞങ്ങളിപ്പോൾ തന്നെ UDFൻ്റെ ഭാഗമല്ലല്ലോ. ഞങ്ങൾ UDFന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. UDFൻ്റെ ഘടകകക്ഷിയോ മറ്റോ ആണെങ്കിലാണല്ലോ ഉറച്ചു നിൽക്കുന്ന പ്രശ്നമുള്ളൂ. മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഞങ്ങളുടേതായ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്യും. താങ്ക് യു.